വൈദിക പഠനകാലത്ത് വിമോചന സമരം ആളിക്കത്തിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരുമായി കൈകോർത്ത് 2 കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ പങ്കാളി, സഭയിൽ നിന്ന് പുറത്താകൽ, 8 വർഷത്തിനു ശേഷം തിരിച്ചെത്തൽ. സംഭവബഹുലമായ ജീവിതത്തിനുടമയായ തൃശൂർ തോയക്കാവ് ജോസഫ് വടക്കൻ എന്ന വൈദികന് കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണുള്ളത്. അക്കാര്യം വിശദീകരിക്കുകയാണ് ഇന്നത്തെ പോൾപോട്ട്. സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ, പുരോഹിതൻ, സഭാവിമർശകൻ എന്നീ മേലങ്കികൾ വിവിധ കാലഘട്ടങ്ങളിൽ അണിഞ്ഞ ഒരു വൈദിക ജനനേതാവേ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അത് ഫാദർ ജോസഫ് വടക്കനാണ്. നിർണായക സാന്നിധ്യം അറിയിച്ച് പൊലിഞ്ഞുപോയ കർഷക തൊഴിലാളി പാർട്ടി അഥവാ KTPയുടെ നേതാവായിരുന്നു ഫാദർ വടക്കൻ. വിമോചന സമരകാലത്തും കർഷക പ്രക്ഷോഭകാലത്തും മലനാട് കർഷക യൂണിയൻ രൂപവൽക്കരിക്കുന്ന കാലത്തും വടക്കനച്ചനൊപ്പം എന്നും വൻ ജനക്കൂട്ടമുണ്ടായിരുന്നു. അതായിരുന്നു ശക്തിയും. പിന്നീടത് മലയോര കർഷക യൂണിയനായി. കർഷകരും തൊഴിലാളികളും അവരുടെ പ്രശ്നങ്ങളും വർദ്ധിച്ചപ്പോൾ അദ്ദേഹം മലയോര കർഷക യൂണിയനെ KTP എന്ന തൊഴിലാളി പാർട്ടിയാക്കി രൂപാന്തരപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാസാക്കിയ വിവാദമായ വിദ്യാഭ്യാസ ബില്ലിനും കാർഷിക ബില്ലിനുമെതിരെ നടന്ന സമരത്തിൽ ക്രൈസ്തവ സഭയുടെയും പൗരോഹിത്യത്തിന്റെയും പ്രധാന ശബ്ദമായിരുന്നു ഫാദർ വടക്കൻ. എന്നാൽ കേരളത്തെ കൊട്ടിയൂരിൽ 1961 കുടിയിറക്കലുണ്ടായപ്പോൾ കോൺഗ്രസ് പശ്ചാത്തലം മറന്ന കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് സമരം ചെയ്തു. മിച്ചഭൂമി സമരത്തിലും കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം തോൾ ചേർന്ന് നിന്നു. പിന്നീട് ഫാദർ വടക്കന്റെ പാർട്ടി 2 കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ പങ്കാളിയായി. 1967 മുതൽ 1969 വരെ EMS മന്ത്രിസഭയിൽ KTPയിലെ B. വെല്ലിംഗ്ടൺ ആരോഗ്യമന്ത്രിയായി. 1970 തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന KTPയിലെ വർക്കി വടക്കൻ മുസ്ലിം ലീഗിലെ BV സീതി തങ്ങളെ 5049 വോട്ടിന് പരാജയപ്പെടുത്തിയത് ചരിത്ര നേട്ടമായി. എന്നാൽ 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CK ചന്ദ്രപ്പനെതിരെ കണ്ണൂരിൽ മത്സരിച്ച ഫാദർ വടക്കൻ പരാജയപ്പെട്ടു. രാഷ്ട്രീയത്തിൽ സജീവമായ കാലത്ത് പല കാരണങ്ങളാൽ സഭയുമായി അഭിപ്രായ വ്യത്യാസവും ഉണ്ടായി. പിന്നീട് തൃശൂർ ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം വടക്കൻ അച്ഛന്റെ 7 വർഷത്തിനു ശേഷം സഭയുമായി യോജിപ്പിലെത്തി ഫാദർ വടക്കൻ തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീട് KTP പിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ പക്വതയും അദ്ദേഹം കാട്ടി.